അപ്രതീക്ഷിതമായി വീണ് കിട്ടിയ അവസരമായിരുന്നു അത്. മൗസാറിനെ കണ്ട ആ ദിവസം. മീൻ എന്ന് പറഞ്ഞ അത് പിന്നെ ഈ സിനിമ ഭയങ്കര മോഹം ഉണ്ടായ സമയത്ത് അന്ന് വിളപ്പിൽശാല തിയേറ്ററിലാണ്. ഒരു ടിക്കറ്റിന് 75 പൈസ. അപ്പൊ വീട്ടില് കാശ് എടുക്കാനില്ല. ഉമാ സ്റ്റുഡിയോയുടെ അടുത്തുള്ള വിളപ്പിൽശാല ശാസ്ത്ര തിയേറ്റർ. അപ്പൊ വീട്ടില് കുറച്ച് കോഴികളുണ്ട്. അപ്പൊ കോഴിയുടെ മുട്ട അമ്മ അറിയാതെ ഞാൻ പതുക്കെ കട്ടെടുത്ത് ഞങ്ങളടുത്ത് ഒരു ഷാപ്പുണ്ട്. ഒരു മുട്ടയ്ക്ക് 35 പൈസ, 2 മുട്ട വിൽക്കുമ്പോൾ 70 പൈസ. പക്ഷെ തിയേറ്ററിൽ 75 പൈസ. അപ്പൊ ഞാൻ പുള്ളിയോട് പറയാം, ചേട്ടാ എനിക്കൊരു 5 പൈസയോടെ കൂടുതലാണ് എനിക്ക് തരാം. അപ്പം പുള്ളി ഇന്നലെ വന്ന് നീ ഒരു സിനിമ കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് മീൻ. അപ്പൊ ഇന്ന് മീൻ. അപ്പൊ ഇന്ന് മീനായ ഏറ്റവും എനിക്ക് ഹൃദയസ്പർശിയായ പടമാണ് മൗസാറിന്റെ പടം കണ്ടത്. ഞാൻ അടുത്ത മുട്ടയിൽ അത് വകവച്ചോളാം. ഇത് സത്യമായ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ആ കഥയെ ആസ്പദമാക്കിയാണ് ഗോവിന്ദൻകുട്ടി രചിച്ചൊരു സിനിമയാണ് പടം കിട്ടുന്നത്. അവർ നല്ല പടമാണ്. നല്ല പടം, നല്ല വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എടുത്ത പടമാണ്. എനിക്കിഷ്ടപ്പെട്ട 2 സിനിമകളാണ് കൊടുങ്കാറ്റും ആരംഭവും. വിജയങ്ങളായിരുന്നു ജീവിതം. നല്ല പടം. നല്ലത് പാട്ടുകൾ ഞാൻ എന്റെ വണ്ടിയിൽ അങ്ങോട്ട് എവിടെയെങ്കിലും യാത്ര ചെയ്യണമെങ്കിൽ ആ പാട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. ഈ പിന്നെ ചെമ്മീന് നമുക്ക് ആദ്യം സ്റ്റേറ്റ് അവാർഡ് ആണോ നമ്മൾ സെന്ററിലാണോ സാർ അവാർഡ്? സെൻട്രൽ അവാർഡിനെ കുറിച്ച് പറയണേ. അതെ, സെൻട്രൽ വർഷം ബെസ്റ്റ് പിക്ചർ സെൻട്രൽ അവാർഡ് കിട്ടിയതല്ലേ സാർ? ഏതെങ്കിലും കഥാപാത്രം അഭിനയിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു സാർ? ഏതെങ്കിലും കഥാപാത്രം ചെയ്താൽ കൊള്ളാമെന്നുള്ള ചരിത്രം? എനിക്ക് ഇഷ്ടമുള്ളതും വേണമെന്നുള്ളതെല്ലാം വന്നിട്ടുണ്ട്, ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ജയനെ കുറിച്ച് എന്തെങ്കിലും? ഞാൻ നല്ല മനുഷ്യനായിരുന്നു, എന്നോട് പ്രത്യേകിച്ച് സ്നേഹമുള്ളതായിരുന്നു. ഒരുപാട് ആളുകൾ ജയനെ പോലെ ആകാൻ ആഗ്രഹിച്ച് പിന്നെ പോലീസിലെ നേവിയിൽ പട്ടാളത്തിലൊക്കെ അങ്ങനെ വന്ന ആൾക്കാരുണ്ട്. ഒരുപക്ഷെ അത് ഒരു വലിയൊരിതാണ് ഇപ്പോഴും ജയനെ ഓർക്കുന്ന. ജയനും സാറുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ സാറ് ഒരുപാട് മീഡിയകൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സിനിമകളുടെ ആ ഒരു ബന്ധങ്ങൾ, സൗഹൃദങ്ങളെ കുറിച്ചൊക്കെ സാറ് മനസ്സിലാക്കി. ഞങ്ങൾ പരിചയപ്പെട്ടതിന് ശേഷം, സിനിമ വഴിയാണ് പരിചയപ്പെട്ടതിന് ശേഷം നല്ല സുഹൃത്ത് ബന്ധമായിരുന്നു. അത് അടുപ്പം എത്രയെന്ന് വെച്ചാൽ അത് അറിയിക്കാൻ വേണ്ടി പറയാണ്. ഞാനിപ്പോൾ ഇത് ഉമാ സ്റ്റുഡിയോയിൽ പടം തുടങ്ങിയപ്പോൾ ഏതായിരുന്നു അസ്തമയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ സാറ് പടം എടുക്കുകയാണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, നോവലിലുള്ളത് വെച്ചിട്ട് ഇതിനെ ക്യാരക്ടറൊന്നും ഇല്ലായിരുന്നു, അത് പറ്റില്ല, എനിക്ക് അഭിനയിക്കുന്നു. ഞാനങ്ങനെ ഇല്ലാത്തൊരു ക്യാരക്ടർ ഉണ്ടാക്കി ചെയ്യുന്നത്. സിനിമയിലേക്ക് വരുന്നവർക്ക് ഉള്ള ഒരു മെസ്സേജ്, വരുന്നവര് എന്തെങ്കിലും സിനിമ കണ്ട് മനസ്സിലാക്കി എന്നെക്കാളും കൂടുതൽ ഇവിടെ കൂടിയാണ്. അവർ വരുന്നതിന് മുമ്പുള്ള അത് എൻ്റെ തലമുറയിലെ സിനിമകളെ പോലെ അതിന് പഠിക്കും മനസ്സിലാക്കിയിട്ടാണ്. അപ്പൊ അവരുടെ ഞാൻ ഇങ്ങോട്ട് വില കേൾക്കുന്നുള്ളതല്ലേ ഞാൻ പറയുന്നത്. പറഞ്ഞാൽ അവർക്ക് വലിയ പ്രയോജനമൊന്നുമില്ല, കാരണം അവർക്ക് അറിയാം. ഇതിനെ കുറിച്ച് നല്ല അറിവുള്ളവരാണെന്നാണ് സാർ പറയുന്നത്. ഈ തലമുറയിൽ മോഹം കൊണ്ട് വരുന്നവർ ഒന്നും പഠിക്കാത്തവരുണ്ടായിരിക്കാം. പക്ഷെ കാര്യമായിട്ട് വരുന്നവരും സക്സസ്ഫുൾ ആകുന്നവർ ഇതൊക്കെ അറിയുന്നവരാണ്. ആട് സിനിമകൾ അല്ലെങ്കിൽ മികച്ച കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ജനങ്ങൾ എന്നും ഓർക്കുന്ന കഥാപാത്രങ്ങളാവേണ്ടതാണ് എന്ന് സാറിനെ എത്രമാത്രം എങ്ങനെയാണ് ഓർമ്മിക്കപ്പെടുന്നതെന്നുള്ളത്? അതിന് നമ്മൾ പറയേണ്ട കാര്യങ്ങളാണ്. ആരംഭം കൊടുങ്കാറ്റ്. അപ്പൊ അത്തരം ആ വേഷങ്ങളെ കുറിച്ച് ഒരു പക്ഷെ പ്രതിപാദിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ അതിനെ കുറിച്ച് സാറിന് എന്തെങ്കിലും പറയാം? ഓർമ്മയുണ്ട് സാർ? അല്ല, പ്രേക്ഷകർ ഓർക്കുന്നുണ്ട്. ഓർക്കുന്നുണ്ടോ? മികച്ച കഥാപാത്രങ്ങളായിരുന്നു. ഇൻട്രസ്റ്റിംഗ് അല്ലാത്തത് ഓർക്കില്ല. അതെ, മികച്ച ഒരു
ഇതിഹാസ താരത്തെ സാറ് കൊണ്ടുവന്നു കൈപിടിച്ച് ഉയർത്തി. അമിതാഭ് ബച്ചൻ ഇന്ത്യയിലെ തന്നെ ഇതിഹാസ താരത്തെ കൊണ്ടുവരുന്നത് പോലും സാറാണ്. അപ്പൊ അതിനൊക്കെ എന്റെ പടത്തില് അങ്ങനെ ആദ്യമായിട്ട് അഭിനയിച്ചു എന്നുള്ളത് അങ്ങനെ അഭിനയിച്ചതിനോ വന്നതിനോ ഞാൻ പരിപാടി അതെ അതെ. പക്ഷെ അദ്ദേഹം ഇതിഹാസ താരമായി മാറി അല്ലെങ്കിൽ ഓർമ്മിക്ക സാർ നിമിത്തമായാണെങ്കിലും ഞാൻ നിമിത്തമൊന്നുമില്ല. ആ അദ്ദേഹം അബ്ബാസ് സാഹിബിന് അതെ. ഇദ്ദേഹത്തിന്റെ അമ്മയുമായിട്ട് പോകും. ഇദ്ദേഹത്തിന്റെ അച്ഛൻ കവിയായിരുന്നു. എന്റെ മക്കൾക്ക് ഞാൻ ഇപ്പോഴും ഇടയ്ക്ക് ഞാൻ പറയും നിങ്ങൾ ചെമ്മീൻ ഒന്ന് കണ്ടു നോക്കണം. അതിലെ മൗസാറിന്റെ മൊത്തത്തിൽ അതിലെ പാട്ടുകൾ ഞാൻ സാറിന് നേരത്തെ കാണാൻ പറ്റിയതിന്റെ ജീവിതത്തിൽ വലിയൊരു ഇത്. പിന്നെ എനിക്ക് ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിന്റെ സ്റ്റുഡിയോ ഉമാ സ്റ്റുഡിയോ ഞങ്ങളുടെ നാട്ടിലാണ്. വിളപ്പിശാല വഴിയാണ് സാറ് ഉമാ സ്റ്റുഡിയോയിൽ പോകുന്നത്. ഞാൻ സാറിനെ കാണാൻ പല പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട് ഉമാ സ്റ്റുഡിയോ. പക്ഷെ സെക്യൂരിറ്റി അതിനകത്ത് കയറ്റി വിട്ടിട്ടില്ല. പക്ഷെ എന്തായാലും ഇപ്പൊ സാറിന്റെ വീട്ടിൽ സാറിന്റെ അടുത്ത് ഒപ്പം ഇരുന്ന് ഈ ഒരു പരിപാടി പങ്കെടുക്കാനും സാറിനെ കാണാനും കഴിഞ്ഞത് വളരെ സന്തോഷം. അതുപോലെ തന്നെ ആ ശരത് സാറിന്റെ സ്വയം സിനിമയിൽ സാറിന്റെ കൂടെ എനിക്ക് ഒരു ക്യാരക്ടർ ചെയ്യാൻ സാധിച്ചു. അതും വളരെ സന്തോഷം. എന്തായാലും സാറിന് എല്ലാവിധ ആയുരാരോഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഓണത്തിനെ കുറിച്ചുള്ള 2 വാർത്തകളും ഓണാശംസകളും. നമ്മുടെ കർക്കിടകം തീരാറായി. ചിങ്ങം വരുന്നു. ചിങ്ങത്തിൽ ഓണമാണ്. എല്ലാ വർഷവും മലയാളികൾ എവിടെയുണ്ടെങ്കിലും ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം. ഈ ഓണത്തിന് എല്ലാവർക്കും സന്തോഷത്തോടെ ഓണം ആഘോഷിക്കാൻ സാധിക്കട്ടെ, സന്തോഷിക്കട്ടെ, ആപാലവൃത്തമാകരുത്, എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.